قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون صدق الله مولانا العظيم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ കാരുണ്യവാനായ പടച്ചവൻ അവന്റെ വിശാലമായ ഔദാര്യവും കാരുണ്യവും കൊണ്ട് പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട് മണ്ണറകളിൽ കഴിഞ്ഞുകൂടുന്ന നാമുമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് കടമപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും ആ ഖബറിടങ്ങളെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പടച്ചതമ്പുരാൻ എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ, അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നവർ, നിരപരാധികളായി തടവറകളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നവർ എല്ലാവർക്കും പടച്ചതമ്പുരാൻ എത്രയും എളുപ്പത്തിൽ മോചനം നൽകുമാറാകട്ടെ. ഇസ്സത്തോടെ തിരിച്ചുവരവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ഭൗതിക ആത്മീയ ലോകങ്ങളിൽ വിജയം വരിക്കാൻ കഴിയുന്നത് എന്നത് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരു ദൈവീക ഗ്രന്ഥമാണ്. ഓരോ കാലഘട്ടങ്ങൾക്കും അനുസൃതമായിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ. ഏകദേശം 1500ഓളം കൊല്ലങ്ങളായി ലോകത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആൻ, ആ ഖുർആനിന്റെ സന്ദേശങ്ങൾ കാലഹരണപ്പെട്ടുപോയി എന്നൊരിക്കലും നമുക്ക് തോന്നാത്ത നിലയിലാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംശയത്തിനു പോലും ഇട നൽകാത്ത നിലയിലാണ്. വളരെ കാലികമായും കാലോചിതമായിട്ടും അന്നുള്ള കാര്യങ്ങളിൽ ഇടപെടുത്ത് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാലിക ഗ്രന്ഥമായിട്ടാണ് വിശുദ്ധമായ ഖുർആൻ നമുക്കിടയിൽ നിലനിൽക്കുന്നത്. ആ വിശുദ്ധമായ ഖുർആൻ ഓരോ കാലഘട്ടങ്ങളിലും സമൂഹങ്ങൾക്ക് വിജയിക്കാൻ ഉതകുന്നതായ സന്ദേശങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് നിലപാടെടുത്താലാണ് വിജയിക്കാൻ പറ്റുന്നത്, ഏത് നിലയിൽ മുന്നോട്ട് നീങ്ങിയാൽ, ഏതെല്ലാം നിലയിലുള്ള ചലനങ്ങൾ മാറ്റിവെച്ചാൽ വിജയിക്കാൻ സാധ്യമാകുമെന്ന് കൃത്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ മേഖലകളിലും, അത് വൈയക്തികമായ ജീവിതത്തിലായാലും, കുടുംബപരമായാലും, സാമ്പത്തികമായാലും, രാഷ്ട്രീയമായാലും, ഏത് നിലയിലും വിജയിക്കാൻ പറ്റുന്ന സന്ദേശങ്ങൾ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് പറഞ്ഞുകൊണ്ട് തിരിക്കുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ഒരു ശത്രുവിഭാഗം, ആ ശത്രുക്കളെ നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വന്നാൽ അവരോടൊപ്പം എല്ലാവിധ സംവിധാനങ്ങളും സന്നാഹങ്ങളുമുണ്ട്. അവരെ സഹായിക്കാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ലോകരാജ്യങ്ങളും രാഷ്ട്രങ്ങളുമുണ്ട്. അവരുടെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളുമുണ്ട്, യുദ്ധതന്ത്രങ്ങളുണ്ട്, രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും അതിശക്തരെന്ന് ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു ശത്രുവിനെ നേരിടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വിജയം വരിക്കാൻ പറ്റുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, യഥാർത്ഥ ഈമാനുള്ളവരെ, അല്ലാഹുവിലും
അന്ത്യനാളിലുമെല്ലാം കിറുകൃത്യമായി വിശ്വസിക്കുന്നവരെ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ, ശത്രു സൈന്യത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ, ശത്രുക്കളോട് മുഖാമുഖം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടെന്ന, പ്രതിരോധിക്കേണ്ടെന്ന, പ്രതികരിക്കേണ്ടെന്ന ഒരു സന്ദർഭം നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ, ഇദാ ലഖീതും ഫിഅതൻ, ആദ്യമായി ഖുർആൻ പറയുന്നു ഫസ്ബുതു, നിങ്ങൾ എവിടെയാണോ അവിടെ അടിയുറച്ചു നിൽക്കണം. ശത്രുവിനെ അടിയുറപ്പോടുകൂടി നിന്നുകൊണ്ട് പ്രതിരോധിക്കുവാനും അവരോട് പ്രതികരിക്കുവാനുമാണ് ഒരു വിശ്വാസ സമൂഹത്തിന് കഴിയേണ്ടുന്നതെന്ന് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. ഫസ്ബുതു, നിങ്ങൾ അവിടെ തന്നെ അടിയുറച്ചു നിൽക്കുക. വദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അധികമായി ഓർക്കുക. നിങ്ങൾ അല്ലാഹുവിനെ അധികമായി ഓർക്കുകയും ചെയ്യുക. ഖുർആൻ പറയുന്നു ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയം വരിക്കും. അല്ലാഹുവിനെ അധികമായി ഓർത്തുകൊണ്ട് ശത്രുവിന്റെ ആധിക്യമോ ആയുധമോ സന്നാഹങ്ങളോ ഒന്നും നിങ്ങൾ നോക്കാതെ അവിടെ അടിയുറപ്പോടുകൂടി നിന്നുകൊണ്ട് ഒരടി പോലും പിന്നിലേക്കില്ലാതെ നിങ്ങൾ അവരെ നേരിടാൻ തയ്യാറായാൽ നിങ്ങൾ വിജയം വരിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 1400-ൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് വിളിച്ചു പറഞ്ഞെങ്കിൽ, ഒരു സമൂഹത്തിന് വിജയിക്കാൻ ഉതകുന്ന കൃത്യമായ ഒരു മാർഗമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തൊന്ന് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ വാർത്തകളെ നാം വായിച്ചെടുക്കുക. ശത്രുവിന്റെ മുമ്പിൽ അടിപതറാതെ നിന്ന് പോരാട്ടം നടത്തി നിങ്ങൾക്ക് വിജയം വരിക്കാൻ കഴിയുമെന്ന വിശുദ്ധമായ ഖുർആനിന്റെ ഈ സന്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ലോക വാർത്തകളെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഏകദേശം 1.25 വർഷത്തോളം നീണ്ടുനിന്ന അതിജീവനത്തിന്റെ പോരാട്ടത്തിനൊടുവിൽ ഫലസ്തീന്റെയും ഗസയുടെയും എല്ലാം തെരുവോരങ്ങളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 1.5 കൊല്ലം നീണ്ടുനിന്ന പോരാട്ടം, ഏകദേശം 16 മാസത്തോളം അതിജീവനത്തിന്റെ പോരാട്ടം, ഖുദ്സിന്റെ വിമോചനത്തിനായുള്ള പോരാട്ടം, ജീവിക്കുവാനുള്ള തങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ലോകം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഒരു പോരാട്ടം, ലോക വൻകിട ശക്തികൾക്കെതിരെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധ ഇടപാടുകൾ നടത്തുന്നവർക്കെതിരെ, ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും ലോക പോലീസും ചെയ്യുന്നവർ കൈവിട്ട് സഹായം നൽകുന്നവർക്കെതിരെ, ലോകത്തെ ഏറ്റവും വലിയ ചാര ശൃംഖലകൾ തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്നവർക്കെതിരെ, ഒരുപക്ഷെ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഏതാനും ചില ജില്ലകളുടെ വലിപ്പം മാത്രമുള്ള, പറയത്തക്ക ആയുധശേഷിയില്ലാത്ത, പറയത്തക്ക ഒരു രാഷ്ട്രത്തിനുണ്ടാകേണ്ടുന്നതായ സൈനിക സംവിധാനങ്ങളില്ലാത്ത, ഭൗതിക തലങ്ങളിൽ നോക്കിയാൽ ഒന്നുമില്ലാത്തവർ എന്ന് പറയേണ്ടി വരുന്ന ഒരു വിഭാഗം ഫലസ്തീനിലെ ധീര പോരാളികൾ ഇസ്രയേൽ എന്ന ലോകത്തെ വൻകിട ശത്രുക്കൾക്കെതിരെ 1.25 വർഷത്തോളം പോരാട്ടം നടത്തി ഇതാ വിജയം വരിച്ചിരിക്കുകയാണ്. 1.25 വർഷം, 16 മാസത്തോളം നീണ്ടുനിന്ന പോരാട്ടം, 50,000-ത്തിലധികം എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. 50,000-ത്തിലധികം ഫലസ്തീനികൾ ധീര രക്തസാക്ഷിത്വം വരിച്ച പോരാട്ടം. എന്തായിരുന്നു ഇസ്രയേലിന്റെ ആവശ്യം? 1.25 വർഷം മുമ്പ് തങ്ങളുടെ രാജ്യത്തേക്ക് പറന്നിറങ്ങിയ ഹമാസിന്റെ ചുണക്കുട്ടികളായ പോരാളികൾ ബന്ധികളാക്കിയ തങ്ങളുടെ 100-ൽ താഴെ വരുന്നതായ ബന്ധികളെ വിട്ടുകിട്ടണം. 1-ാം ഘട്ട വെടിനിർത്തലിൽ രോഗികളും പ്രായമേറിയവരുമായ ആളുകളെ വിട്ടയച്ചിരുന്നു. ബാക്കിയുള്ളവരെ കൂടി വിട്ടയക്കണം. ഇനി അങ്ങനെ വിട്ടയച്ചില്ല എങ്കിൽ ഒരുപക്ഷെ പശ്ചിമേഷ്യ ഉൾപ്പെടുന്നതായ ഫലസ്തീൻ ഉൾപ്പെടുന്നതായ പ്രദേശങ്ങൾ വെന്തു വെണ്ണീറായി തീരും, കരിഞ്ഞ് ചാമ്പരായി തീരുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിട്ട് നാളുകളേറെ ആയിട്ടില്ല. ബന്ദികളെ വിടാതെ ഇനി പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ആ ഇസ്രയേൽ അവസാനം മുട്ടുമടക്കിയിരിക്കുന്നു.
ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ട് ഫലസ്തീന്റെ പക്കലുള്ള ആ ബന്ദികളെ ഘട്ടം ഘട്ടമായി വിട്ടയക്കുമ്പോൾ 15 കൊല്ലത്തിലേറെയായി ചെയ്ത കുറ്റം എന്തെന്ന് പോലും തെളിയിക്കപ്പെടാതെ ഇസ്രയേലിന്റെ വിവിധ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന, അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന, ഫലസ്തീൻ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കെടുത്തിരുന്ന 1000-ലേറെ വരുന്നതായ ഫലസ്തീനികളെ മോചിപ്പിക്കാൻ പോവുകയാണ്. നാം ഒന്നറിയണം, ലോകം ഇന്ന് ചർച്ച ചെയ്യേണ്ടുന്നതായ ഒരു വാർത്തയാണ്. ലോകം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വാർത്ത. ഫലസ്തീനികൾക്ക് എങ്ങനെയാണ് വിജയം വരിക്കാൻ പറ്റിയത്? അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സമൂഹത്തിന് വിജയം നേടാൻ ഉതകുന്ന നിലയിൽ പഠിപ്പിച്ച ഒരേ ഒരു സന്ദേശം, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ശത്രു സൈന്യത്തെ നേരിട്ടാൽ അടിയുറപ്പോടുകൂടി നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക. ഒരടി പോലും പിന്നിലേക്കില്ലാതെ, യുദ്ധമുഖങ്ങളിൽ നിന്നും പരാജയ ഭീതി ഭയന്നുകൊണ്ട്, മരണം ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞോടാതെ, നിങ്ങൾ ശത്രുവിനെ മുഖാമുഖം നോക്കിക്കൊണ്ട് നിങ്ങൾ പോരാട്ടം നടത്തിയാൽ നിങ്ങൾക്ക് വിജയം വരിക്കാൻ പറ്റുമെന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കൺമുന്നിലും അത് അതേപടി ജീവിതത്തിൽ കൊണ്ടുവന്ന് വിജയം കൈവരിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് ഫലസ്തീനികൾ. ലോക മുസ്ലിം ഇത് ചർച്ച ചെയ്യേണ്ടുന്നതാണ്. ലോക മുസ്ലിമുകൾ ചർച്ച ചെയ്യേണ്ടുന്നതാണിത്. നമുക്ക് ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസങ്ങൾ തന്നെയാണ്. സഹോദരങ്ങളെ, എന്തെല്ലാമായിരുന്നു ആ ഫലസ്തീനികൾ ഈ നാളുകൾക്കിടയിൽ കാണേണ്ടി വന്നത്? നാളുകളോളം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ വീടുകൾ, അവരുടെ കച്ചവട കേന്ദ്രങ്ങൾ, അവരുടെ ഫാക്ടറികൾ, എന്തിന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ പോലും കൊണ്ടോടിക്കേറേണ്ടുന്ന ആശുപത്രി കെട്ടിടങ്ങൾ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട് തങ്ങളുടെ മുന്നിൽ ഇസ്രയേലിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച, അമേരിക്കയുടെ സ്റ്റിക്കർ പതിപ്പിച്ച ബോംബുകളും മിസൈലുകളും വന്നു വീണ് നിമിഷ നേരം കൊണ്ട് തവിടുപൊടിയായി മൺകൂനയാകുന്നത് കൺമുന്നിൽ കാണേണ്ടി വന്ന ഫലസ്തീനികൾ, തങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, തങ്ങളുടെ പ്രിയപ്പെട്ട ആൺമക്കൾ, തങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരും സഹോദരന്മാരും ഫലസ്തീന്റെ ഭാഗം നിന്നുകൊണ്ട് ജൂത പരീക്ഷകൾക്കെതിരെ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ തല പിളർന്ന്, ശരീരം പിളർന്ന്, കഷണം കഷണമായി ചിന്നിച്ചെതറി അതേ ഒരു വെള്ള തുണിയിൽ വാരി കെട്ടിയിട്ട് കബറടക്കാൻ കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുത്ത ഉമ്മമാരും പിഞ്ചു കുഞ്ഞുങ്ങളും ഇന്ന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതായ ഫലസ്തീൻ, എന്തെല്ലാം അവർ കാണേണ്ടി വന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ ആശുപത്രികളിൽ സംവിധാനങ്ങളില്ലാത്തതിന്റെ പേരിൽ, ആശുപത്രികളിൽ IC യൂണിറ്റുകൾ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ, ആശുപത്രികളിൽ മോർച്ചറികൾ ഇല്ലാത്തതിന്റെ പേരിൽ, അന്നവിടെ ഉണ്ടായിരുന്ന ഐസ്ക്രീം ഫാക്ടറികളിലെ വലിയ വലിയ ഫ്രീസറുകളിൽ നിന്ന് ഐസ്ക്രീമുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഐസ്ക്രീം വെക്കുന്ന സ്ഥാനത്ത് തങ്ങളുടെ ചേതനയത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ വെക്കേണ്ടി വന്നില്ലേ ഫലസ്തീനിലെ ധീര പോരാളികൾക്ക്? ആ ഫലസ്തീനിലെ ഐസ്ക്രീം കൊണ്ടുപോകുന്ന ട്രക്കുകളിൽ നിന്ന്, ലോറികളിൽ നിന്ന് അതെല്ലാം എടുത്തു മാറ്റിയിട്ട് മോർച്ചറി സംവിധാനമില്ലാത്തതിന്റെ പേരിൽ പിഞ്ചു മക്കളുടെ ശരീരം ചീഞ്ഞളഞ്ഞ് നശിക്കാതിരിക്കാൻ അതൊക്കെയും അവിടേക്ക് കയറ്റിവെക്കേണ്ടി വന്നില്ലേ ഫലസ്തീനിലെ ധീര പോരാളികൾക്ക്? ഇതൊക്കെയും കൺമുന്നിൽ കാണേണ്ടി വരുമ്പോഴും, ഇതൊക്കെയും അനുഭവിക്കേണ്ടി വരുമ്പോഴും, ഇതൊക്കെയും നേരിടേണ്ടി വരുമ്പോഴും ഏതു പോരാട്ടത്തിനാണോ തങ്ങളുടെ രാജ്യം നേതാക്കന്മാരുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത്, അവിടെ നിന്ന് ഒരടി പോലും പിന്നിലേക്ക് പോകാൻ തയ്യാറാകാത്തവർ. നമുക്കറിയാം, ഇസ്രയേലിൽ നിന്ന് വന്ന വാർത്തകൾ 900-ത്തിലധികം സൈനികരാണ് ചത്തുപോയത് എന്ന ഔദ്യോഗിക റിപ്പോർട്ട് പറയുമ്പോൾ അതിനേക്കാളേറെ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള പീരങ്കികളും ടാങ്കുകളുമുണ്ട്. എന്നാൽ ഫലസ്തീനുകളുടെ കല്ലുകൾ കെട്ടിവെച്ച കവണകളുടെ മുന്നിൽ അതൊക്കെ തവിടുപൊടിയായി പോകുന്നത് നാം ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ്. ഫലസ്തീനികളെ നേരിടാൻ കരയുദ്ധത്തിലൂടെ അവരെ അഭിമുഖീകരിക്കാൻ പേടി തോന്നിയതിന്റെ പേരിൽ ഇസ്രയേലിന്റെ എത്ര ജൂത പട്ടാളക്കാരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയേണ്ടി വന്നത്. വേഷം മാറിയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ബ്രസീലിലേക്ക് പോയ ഇസ്രയേലിന്റെ ഒരു പട്ടാളക്കാരനെ ഫലസ്തീനെതിരെ യുദ്ധം ചെയ്ത യുദ്ധക്കുറ്റക്കാരനായതിന്റെ പേരിൽ അവൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ
ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഇസ്രയേലികളായ ജൂതന്മാർ പേര് മാറ്റി പറഞ്ഞിട്ട്, രാജ്യം മാറ്റി പറഞ്ഞിട്ട് സ്വസ്ഥമായൊന്ന് ജീവിക്കാൻ വേണ്ടി അവർ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് ഫലസ്തീൻ എന്ന ആ ചെറിയ രാജ്യത്തിന്റെ മുന്നിൽ ഇസ്രയേലിന് ഒഷാനവാടി അമേരിക്ക എന്ന ലോക പോലീസ് ചമയുന്നവരും ഉൾപ്പെടെ എല്ലാം തകർന്ന് തരിപ്പണമായി പോയത്. അമേരിക്കയുടെ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറുമ്പോഴൊക്കെ പറഞ്ഞതെന്താ? അദ്ദേഹം പറഞ്ഞിരുന്നു, പിന്നെ ഫലസ്തീൻ പോരാളികൾ പിടിച്ചു വെച്ചിരിക്കുന്നതായ ഇസ്രയേലുകാരായ ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ വെന്തു വെണ്ണീറാക്കി കളയുമെന്ന്. ആ അമേരിക്കയിലെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തൊരു ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ലോസ് ആഞ്ചലസ് ആണ്. ഹോളിവുഡ് എന്ന് പ്രത്യേകം പേരിട്ട് വെച്ചിരിക്കുന്ന സുന്ദരമായ ആ കേന്ദ്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ കോടാനുകോടി പണം ചെലവഴിച്ചു വെച്ചിരിക്കുന്ന ആഡംബര കൊട്ടാരങ്ങളുള്ള, നല്ല കുന്നുകളും നല്ല കാടുകളും മരങ്ങളും തോട്ടങ്ങളുമുള്ള ലോസ് ആഞ്ചലസ് ആണ് ലോകത്തെ ഏറ്റവും നല്ല, ഈ ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടാൻ അവകാശപ്പെടുന്ന സ്ഥലം എന്ന് പറയപ്പെട്ടിരുന്നു എങ്കിൽ ഒരു നയാ പൈസ ചെലവില്ലാതെ, ഒരു ഓലപ്പടക്കത്തിന്റെ ചെലവ് പോലുമില്ലാതെ അങ്ങനെ ഏതൊരു ഫലസ്തീനിനെ വെന്തുവെണ്ണീറാക്കി കളയുമെന്ന് പ്രഖ്യാപിച്ചോ, അതേ ഭരണാധികാരിയുടെ മൂക്കിന് കീഴിൽ ആ കാട്ടുതീ പടർന്നു പന്തലിച്ചിട്ട് ഒരു ബീഡിക്കുറ്റിയുടെ ആവശ്യം പോലും വന്നില്ല. എങ്ങനെയാണോ ഗസയിലെ തെരുവോരങ്ങൾ കത്തിയമർന്ന് ചാമ്പലായി കിടക്കുന്നത് നാം കണ്ടത്, അതിലേറെ ഭീകരമായ അവസ്ഥ. ഗസയിലെ ആശുപത്രികളിൽ ബോംബിട്ട് തകർത്തിട്ട് അവിടെ നിന്ന് പിഞ്ചോമന മക്കളുമായി ഫലസ്തീനുകൾ ഇറങ്ങി ഓടുന്ന രംഗം നമ്മൾ കണ്ടെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ അവസ്ഥയിൽ ലോസ് ആഞ്ചലസിൽ നിന്ന് ആശുപത്രി കെട്ടിടങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി ഓടി. കാരണം കാട്ടുതീ വരികയാണ്. തടഞ്ഞു നിർത്താൻ അന്താരാഷ്ട്ര ലോക പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല, അവരുടെ സംവിധാനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല, അവരുടെ ഹെലികോപ്റ്ററുകളെ കൊണ്ട് കഴിയുന്നില്ല, അവരുടെ ഫയർ റെസ്ക്യൂ സംവിധാനങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. കാട്ടുതീ ഇങ്ങനെ പാറിപ്പറന്നു വന്നിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വിദൂരങ്ങളിൽ വെച്ചിരിക്കുന്ന വീടുകൾ പോലും കത്തിച്ചാമ്പലായി, അതിലെ ഇരുമ്പ് ഉപകരണങ്ങൾ പോലും ഉരുകി നശിച്ചു പോകുന്നത്രയും ചൂടനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒരിക്കലും നിരപരാധികളായ മനുഷ്യരും പിഞ്ചു കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ വന്യമൃഗങ്ങളും നശിക്കുന്നതിൽ നാം ആരും സന്തോഷിക്കുകയോ നാം ആരും അതിന്റെ പേരിൽ ആശ്വസിക്കുകയോ ചെയ്യുന്നില്ല. അവിടെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അല്ലാഹു തആല എത്രയും എളുപ്പത്തിൽ സമാധാനം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് മുസ്ലിം ലോകം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് ഫലസ്തീന്റെ ധീരപോരാളികളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്നതുണ്ട്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൻപാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചു തരുമ്പോ അക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. അതെ, യുദ്ധമുന്നണിയിൽ നിന്നും പിന്തിരിഞ്ഞോടൽ വൻപാപമാണ്. യുദ്ധമുന്നണിയിൽ നിന്ന് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം ഐഡന്റിറ്റിയോടുകൂടി യുദ്ധരണാങ്കണത്തിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ശത്രുവിനെ കണ്ടിട്ട്, അവന്റെ ആയുധങ്ങൾ കണ്ടിട്ട്, അവന്റെ ആധിക്യം കണ്ടിട്ട് ഒരുപക്ഷെ അവന് വിജയം പോകുമോ എന്നുപോലും നിങ്ങൾ ഭയപ്പെട്ടു പോയിട്ട് യുദ്ധമുഖത്ത് നിന്ന് നിങ്ങൾ പിന്മാറിയാൽ അത് പടച്ച തമ്പുരാൻ നിങ്ങളെ പിടികൂടുന്നതായ വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുമ്പോ ഒരിക്കലും യുദ്ധമുന്നണിയിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ പാടില്ല എന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്, ആരെങ്കിലും അങ്ങനെ യുദ്ധമുന്നണിയിൽ നിന്ന് മാറുന്നത് തങ്ങളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സംഘത്തോട് ചേരുവാനോ ഔ മുതഹയ്യിസൻ ഇലാ ഫിഅത്തിൻ, അതല്ല എങ്കിൽ
ആ യുദ്ധത്തിന്റെ തന്ത്രമായിട്ടാണ് മാറുന്നതല്ലാതെ ആരെങ്കിലും ഭയപ്പെട്ടു മാറുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വലിയ കോപത്തിന് അവൻ അർഹനാവുകയാണ്, അവൻ നരകത്തിലേക്കാണ് മടങ്ങിപ്പോകുന്നത് എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. യുദ്ധമുന്നണിയിൽ നിന്നും പിന്മാറാൻ പാടില്ല. നിങ്ങളൊരു ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി, നിങ്ങൾ ഒരു മുസ്ലിമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ രണഭൂമിയിലേക്ക് നിങ്ങൾ ചുവട് വെച്ച് കഴിഞ്ഞാൽ ഒരടി പോലും നിങ്ങൾ പിന്നോട്ട് മാറാൻ പാടില്ല. ഫലസ്തീനികളിൽ നമ്മൾ കണ്ടതല്ലേ, ഫലസ്തീനികളിൽ നാം അനുഭവിച്ചതറിഞ്ഞതല്ലേ. ലോകരാജ്യങ്ങളിൽ പലരും ഇസ്രയേലിനൊപ്പം ചേർന്നപ്പോൾ, അവർക്ക് ആയുധം കടത്തിക്കൊടുത്തപ്പോ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പോലും കോടാനുകോടിയുടെ ആയുധങ്ങൾ കടത്തിക്കൊടുക്കപ്പെട്ടു എന്ന പത്ര റിപ്പോർട്ടുകൾ നാം കണ്ടതാണ്. സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെ അമേരിക്ക ഉൾപ്പെടുന്നതായ ലോകരാജ്യങ്ങൾ കയ്യയച്ചുകൊണ്ട് സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴും ഒരടി പോലും പിന്നിലേക്ക് പോകാതെ പലപ്പോഴും ഈ ലോകത്തെ അഭിസംബോധന ചെയ്ത്, ഇസ്ലാമിക സമൂഹത്തെ അഭിസംബോധന ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതല്ലാതെ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചു തരാൻ നിങ്ങൾ സഹായിക്കണമെന്നൊരിക്കലും ഫലസ്തീനികളിൽ ഒരാളും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല. നേരെ മറിച്ച് രക്തസാക്ഷിത്വത്തെ കൊതിച്ചുകൊണ്ടുള്ളവരുടെ പോരാട്ടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കണ്ടത്. രക്തസാക്ഷിത്വത്തെ കൊതിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ അവരുടെ നേതാക്കന്മാർ പലരും രക്തസാക്ഷികളായി മരിച്ചു വീണിരുന്നു. ഇസ്മായിൽ ഹനിയ എന്ന അവരുടെ നേതാവ് മരിച്ചു വീണു. യഹിയ സിൻവാർ എന്ന അവരുടെ നേതാവ് മരിച്ചു വീണു. ഉറ്റവരും ഉടയവരുമായ പലരും മരിച്ചു വീണിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇതിന്റെ നേതൃത്വം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: ഇത് ഞങ്ങളുടെ പാരമ്പര്യം തന്നെയാണ്, ഇത് ഞങ്ങളുടെ പാരമ്പര്യം തന്നെയാണ്. അതെ, ഷെയ്ഖ് യാസീൻ പോയി കഴിഞ്ഞാൽ അബ്ദുൽ അസീസ് റംബീസി വരിക എന്നുള്ളത് ഞങ്ങളുടെ പാരമ്പര്യം തന്നെയാണ്. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇസ്മായിൽ ഹനിയ പോയാൽ നാഥൻ നഷ്ടമാകുന്നില്ല, നേതൃത്വം നഷ്ടമാകുന്നില്ല. ഉടൻ തന്നെ അവിടേക്ക് യഹിയ സിൻവാർ കടന്നു വരികയാണ്. ഒരു യഹിയ സിൻവാർ കടന്നു പോയാൽ അദ്ദേഹത്തിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവാർ കടന്നു വരികയാണ്. ഖാലിദ് മിഷ്അൽ കടന്നു വരികയാണ്. നേതൃത്വത്തിന് യാതൊരുവിധ കുറവുമില്ല. അതെ, കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ രക്തസാക്ഷിത്വത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. നമുക്ക് അല്ലാഹു തആല ഈമാന്റെ വിഷയത്തിൽ മാതൃകയായി എടുത്തു കാണിച്ചത് സഹാബാക്കളെയാണ് നമ്മുടെ മുന്നിൽ എടുത്തു കാണിച്ചത്. ആമിനു കമാ ആമനന്നാസ്, അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. ചില ആളുകൾ പറയും അതൊക്കെ പഴഞ്ചനല്ലേ, അവര് അന്നത്തെ ആളുകൾ പമ്പര വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണോ എന്ന് ചോദിക്കുന്നതിനെ കൃത്യമായി ഖുർആൻ നിശിതമായി വിമർശിക്കുന്നുമുണ്ട്. ആ സഹാബാക്കളുടെ ഈമാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോ അവിടെ ഖുർആൻ പറഞ്ഞിരുന്നു: അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് സഹാബത്തിന്റെ ഈമാൻ എങ്ങനെയായിരുന്നു. അവരുടെ അടുക്കലേക്ക് വന്നിട്ട് ചില ആളുകൾ ഭയപ്പെടുത്തലിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കും. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ ജമഉ ലക്കും, നിങ്ങളെ നശിപ്പിക്കാൻ ഇതാ ഒരൈക്യ സൈന്യം വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ നശിപ്പിക്കാൻ ലോക ശക്തികൾ മുഴുവനും ഒന്നിച്ചിരിക്കുകയാണ്. അവർ നിങ്ങളെ നശിപ്പിച്ചു കളയും, അവർ നിങ്ങളെ ഒന്നുമില്ലാതെയാക്കി കളയും. ഫഖ്ശൗഹും, നിങ്ങൾ അവരെ പേടിക്കണം, നിങ്ങൾ അവരെ ഭയപ്പെടണമെന്ന് ഈ സഹാബാക്കളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നു സഹാബത്തിന്റെ ഗുണം ഫസാദഹും ഈമാനാ, അവരുടെ ഈമാൻ അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഈമാൻ വർദ്ധിച്ച് ആ വർദ്ധിച്ച ഈമാനിക ആവേശത്തോടുകൂടി സഹാബത്ത് പ്രഖ്യാപിക്കുന്നത് ആര് വേണമെങ്കിലും വന്നുകൊള്ളട്ടെ, എത്ര വലിയ സൈന്യവും വരട്ടെ, എത്ര വലിയ സന്നാഹങ്ങളും ഉണ്ടാകട്ടെ, എത്ര വലിയ ആയുധ സജ്ജീകരണങ്ങളും ഉണ്ടാകട്ടെ, ആരുടെ സഹായം വേണമെങ്കിലും ഉണ്ടാകട്ടെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹുവുണ്ട്, അല്ലാഹു ഞങ്ങൾക്ക് മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഹാബത്ത് രണാങ്കണത്തിലേക്ക് ധീരതയോടുകൂടി പടപ്പുറപ്പാട് നടത്തിയെങ്കിൽ 1400 പരം കൊല്ലങ്ങൾക്ക് മുമ്പ് ആ സഹാബത്തിനെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചെങ്കിൽ സഹോദരങ്ങളെ 20
21 നൂറ്റാണ്ടില് ഫലസ്തീനില് ഹമാസ് എന്ന ധീര പോരാളികളുടെ സംഘം, ആ ഫലസ്തീനുകളിലെ ചുണക്കുട്ടികൾ, അവിടുത്തെ ചെറുപ്പക്കാര്, അവിടുത്തെ ഉമ്മമാര്, അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും നമുക്കിന്നും ആ ജീവിതം കാണിച്ചു തരികയല്ലേ? നമുക്ക് ആ ജീവിതം കാണിച്ചു തരികയല്ലേ? രക്തസാക്ഷിത്വത്തെ മോഹിച്ചുകൊണ്ട് നാം ഒന്നറിയണം, ഭൗതികമായ അർത്ഥതലങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്താൽ ഫലസ്തീൻ തോറ്റുപോയെന്ന കണക്കുകൾ നിരത്തിയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. ഒരുപക്ഷെ ഭൗതികമായ കണക്കുകൾ, അവിടെ എത്ര ആളുകൾ മരിച്ചു, ഇവിടെ എത്ര ആളുകൾ മരിച്ചു, അവിടെ എത്ര കെട്ടിടം പോയി, ഇവിടെ എത്ര കെട്ടിടം പോയി. ഒരു യുദ്ധത്തെ വിലയിരുത്തേണ്ടത് അങ്ങനെയല്ലല്ലോ. ഒരു പോരാട്ടത്തിന്റെ വിജയപരാജയങ്ങളെ വിലയിരുത്തപ്പെടേണ്ടുന്നത് ആരുടെ ലക്ഷ്യമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ആരാണ് ലക്ഷ്യത്തിലേക്ക് പോയത്? ലോകത്തിന്റെ മുന്നിൽ ഇസ്രായേൽ എല്ലാ നിലയിലും നാണം കെട്ടു. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും അധികാരികളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് സമരം നടത്തി. 1.25 വർഷം മുമ്പ് പിടിക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കാൻ നിനക്കൊന്നും പറ്റുന്നില്ലേ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജൂതന്മാർ തന്നെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു. ഫലസ്തീന്റെ പോരാട്ടം തുടക്കം മുതൽ അന്നു മുതൽ ഇസ്രായേൽ സഹകരിക്കുന്ന എല്ലാ പ്രോഡക്ട്സുകളും ബഹിഷ്കരിക്കപ്പെട്ടു. സാമ്പത്തികമായ നഷ്ടം, രാഷ്ട്രീയമായ നഷ്ടം, ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും ഭൗതിക തലങ്ങളിൽ നമ്മൾ കണക്കുകൾ വെച്ച് വിലയിരുത്തിയാൽ ഒരുപക്ഷെ ഫലസ്തീൻ തോറ്റു എന്ന് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും നമ്മൾ അറിയേണ്ടത്, ഇസ്രായേൽ ഫലസ്തീന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളിൽ നിന്നും പിടിച്ച ബന്ദികളെ വിട്ടുതരിക, എങ്കിൽ 1000-ഓളം തടവുകാരെ തിരിച്ചു വിട്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് വെടിനിർത്തലിന് നിർബന്ധാവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും ഒക്കെ കാല് പിടിച്ചു പറഞ്ഞിട്ട് ഫലസ്തീന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ. എന്നാൽ ഫലസ്തീനികളോ 50,000-ഓളം വരുന്ന രക്തസാക്ഷികൾ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം അതല്ലേ? ഓരോ തങ്ങളുടെ ഉറ്റവരും ഉടയവരും മരണപ്പെടുമ്പോഴും അവരുടെ ജനാസ, ആ ഷഹീദിന്റെ ജനാസ എടുത്ത് കൈയിലേക്ക് പിടിച്ച് അവരുടെ രക്തം വരുന്ന കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട്, അല്ലാഹുവേ, ഈ ശരീരത്തിൽ നിന്നും രക്തസാക്ഷിയുടെ രക്തത്തിന്റെ ഗന്ധം ഞങ്ങൾ അനുഭവിക്കുന്നു. ഈ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നതായ രക്തത്തിന് പ്രിയപ്പെട്ട പ്രവാചകർ പറഞ്ഞതുപോലെ കസ്തൂരിയുടെ മണം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു പടച്ചവനെ. അല്ലാഹുവേ, അതുകൊണ്ട് ഈ രക്തസാക്ഷിത്വം ഞങ്ങൾക്കും നീ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഫലസ്തീൻ പോരാളികൾ നമ്മളൊക്കെ എത്രയെ കണ്ടതാ. പിഞ്ചു കുഞ്ഞുങ്ങൾ കൈകാലുകളിലും മാറിടത്തുമെല്ലാം പേരെഴുതി വെച്ച് നടക്കുന്നു. എപ്പോഴെങ്കിലും ഒരു മിസൈൽ വന്നു വീണ് ഞങ്ങൾ കഷണം കഷണമായി ചിന്നിച്ചിതറിപ്പോയാൽ ഏത് വീട്ടിലെ ഏതു കുഞ്ഞാണ് എന്ന് തിരിച്ചറിയാനുള്ള മാർഗം ആര് പറഞ്ഞു കൊടുത്തിട്ടാ ഇങ്ങനെ അവർ ചെയ്തിരുന്നത്? ആ കൊച്ചുകുട്ടികൾ ഒരു കടലാസും ഒരു പെൻസിലും കിട്ടിയാൽ അതിൽ വസിയത്ത് എഴുതി വെക്കുക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സുകളൊക്കെ ഇന്ന കൂട്ടുകാരിക്ക് കൊടുക്കണം, എന്റെ ചെരുപ്പുകൾ ഇന്ന കൂട്ടുകാരിക്ക് കൊടുക്കണം, എന്റെ കളിപ്പാട്ടങ്ങൾ ഇന്ന കൂട്ടുകാരിക്ക് കൊടുക്കണം, എന്റെ കുടുക്കയിൽ ഇത്ര പൈസയുണ്ട്, അത് ഇന്നയാൾക്ക് കൊടുക്കണം. രക്തസാക്ഷിത്വത്തിന്റെ മണം പടർന്ന അന്തരീക്ഷത്തിൽ പിറന്നു വീണ മുലപ്പാലിന്റെ നറുമണം പോലും മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഷഹാദത്തിനെ ആഗ്രഹിച്ചിരുന്ന ഫലസ്തീന്റെ മണ്ണിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗ്ഗത്തിലെ പച്ചപ്പറവകളായി പാറി പറക്കുന്ന രക്തസാക്ഷികളായി മാറാൻ, സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ ഫലസ്തീനുകൾക്ക് സാധ്യമായെങ്കിൽ ഇതവരുടെ വിജയം തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാമൊക്കെ ഈ വിജയത്തിന്റെ സന്തോഷത്തിൽ പങ്കാളികളാണ്. നമുക്കുമൊക്കെ അൽഹംദുലില്ലാ അന്നു മുതൽ ഇന്ന് വരെയും ഓരോ ജുമഅകളിലും നമ്മുടെ ഓരോ ദുആകളിലും ഫലസ്തീന് വേണ്ടി പേരെടുത്ത് പറഞ്ഞിട്ട് ഇമാമുമാർ മിമ്പറുകളിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ ആ ഫലസ്തീനുകളെ പറ്റിയുള്ള ചിന്തകളാണ് ഓർമ്മ വരുന്നതെങ്കിൽ അൽഹംദുലില്ലാ ഒരു റജബ് മാസത്തിൽ തന്നെ തൂഫാനുൽ അഖ്സയിലൂടെ വിജയം വരിച്ച ആ ഫലസ്തീനുകളെ പറ്റി നാം വീണ്ടും കേൾക്കുകയാണ്. കാരണം റജബ് മാസം ഫലസ്തീനുമായി വളരെയേറെ ചരിത്രപരമായി ബന്ധമുള്ള മാസമാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് വേദനയോടുകൂടി കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട പ്രവാചകരെ അല്ലാഹു തആല സമാധാനത്തിന് വേണ്ടിയിട്ട് വാനാരോഹണ യാത്ര നടത്തിയപ്പോൾ ആദ്യം ഇതേ റജബ് മാസത്തിൽ അല്ലാഹു തആല കൊണ്ടുപോയത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ പോയത് റജബ് മാസത്തിലാണ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ
അല്ലാഹു തആല ആ മസ്ജിദുൽ അഖ്സയെ ഒന്നാമത്തെ ഖിബലയാക്കി നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു തആല നിസ്കാരം നിർബന്ധമാക്കിയത് ഇതുപോലെ ഒരു റജബ് മാസത്തിലെ ആ നിസ്കാരത്തെ അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി കൊടുത്തത് ഇതുപോലെ ഒരു റജബ് മാസത്തിലാണ്. ആ മസ്ജിദുൽ അഖ്സ എന്ന ഒന്നാമത്തെ ഖിബലയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബല മാറ്റം നടത്തിയത് സഹോദരങ്ങളെ ഇതുപോലെ ഒരു റജബ് മാസത്തിലാണ്. എന്ന് മാത്രമല്ല, ആ ഫലസ്തീന്റെ ചരിത്രം പറയുമ്പോൾ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല 2 ആഴ്ച മുമ്പ് വിനീതൻ ഓർമ്മപ്പെടുത്തിയതാണ്. റജബിന്റെ സന്ദേശങ്ങളിൽ നമുക്ക് മാറ്റാൻ കഴിയാത്ത സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെ മോചിപ്പിച്ചെടുത്ത, ഫലസ്തീനെ മോചിപ്പിച്ചെടുത്ത ചരിത്രമുണ്ടെങ്കിൽ അതും ഒരു റജബ് മാസത്തിലാണ്. ഇപ്പോഴിതാ അൽഹംദുലില്ലാ നാം ഈ നിലകൊള്ളുന്ന റജബ് മാസത്തിൽ തന്നെ ഹമാസിന്റെ ധീര പോരാളികളും ഫലസ്തീനോടൊപ്പം നിന്ന് പോരാട്ടം നടത്തിയ പല രാജ്യക്കാരും ചേർന്നുകൊണ്ട് ഇസ്രയേലിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാ വീണ്ടും ആ വിജയത്തിന്റെ കഥകൾ പറയാൻ ഒരു റജബ് മാസവും കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിരിക്കുന്നു. ഈ വിജയത്തിന്റെ കഥകൾ പറയുന്ന റജബിന്റെ നാളുകൾ അവസാനിക്കുന്നില്ല. ഇതൊക്കെയും ഒരു വിജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതായ ഒരു വഴിയോര കാഴ്ചകളാണ് സഹോദരങ്ങളെ. അവസാനം ഒരു വിജയമെത്താനുണ്ട്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ പഠിപ്പിച്ചതുപോലെ ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങൾ യഹൂദികളുമായി പോരാട്ടം നടത്തി വിജയം വരിക്കുന്ന ഒരു നാളെത്തിയിട്ടല്ലാതെ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ലോകത്തിന്റെ ഒരവസാനമുണ്ട് എങ്കിൽ ഇസ്രയേലിന്റെ ജാരജൂത പരീക്ഷകൾ ഫലസ്തീനിലെ ആൺകുട്ടികളുടെ മുന്നിൽ, ഇസ്ലാമിക സൈനിക സംവിധാനങ്ങളുടെ മുമ്പിൽ തോറ്റിട്ട് അവരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞ് പരാജയപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചിട്ടല്ലാതെ ലോകത്തിന് അവസാനമില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് എവിടെ വരെ എത്തും? എല്ലാ സംവിധാനങ്ങളും തീരും. മൊസാദ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ തന്നെ തീർന്നില്ലേ? മൊസാദ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ പരസ്യമായി പട്ടാപ്പകലില് പാരച്ചൂട്ടിൽ പറന്നിറങ്ങുന്ന പോരാളികളെ കണ്ടെത്താൻ മൊസാദിനെ കൊണ്ട് കഴിഞ്ഞോ? ഇപ്പോ ഈ തിരുവനന്തപുരം ജില്ലയില് ഇജാബ മസ്ജിദിൽ നിന്ന് വിനീതൻ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അണിഞ്ഞിരിക്കുന്ന എന്റെ ഈ കുപ്പായത്തിൽ എത്ര നൂലിഴകളുണ്ട് എന്ന് സെക്കൻഡുകൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന റഡാർ സംവിധാനങ്ങളുണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്, മൊസാദ് ഉണ്ട് എന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതായ ഇസ്രയേലിന് പക്ഷേ ഇപ്പോഴും ഫലസ്തീൻ എവിടെയാണ് ബന്ദികളെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ? ഒരു കുഞ്ഞിനെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ? ഫലസ്തീന്റെ പോരാട്ടങ്ങൾക്ക് ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്ന മുഹമ്മദ് സിൻവാർ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം പരാജയപ്പെടും. അവസാനം ഓടി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇസ്രയേലിന്റെ ഓരോ കല്ലുകളുടെയും മരങ്ങളുടെയും പിന്നിലേക്ക് ഇസ്രയേലിലെ ജൂത പരീക്ഷകൾ പോയി ഒളിച്ചിരിക്കും. ഫലസ്തീനികളെ പേടിച്ചിട്ട്, മുസ്ലിം പോരാളികളെ പേടിച്ചിട്ട് മരത്തിന്റെയും കല്ലുകളുടെയും പിന്നിലേക്ക് പോയി ഒളിച്ചിരിക്കും ജൂത പരീക്ഷകൾ. ആ സന്ദർഭത്തിൽ കല്ലുകൾ വിളിച്ചു പറയും, മരങ്ങൾ വിളിച്ചു പറയും, ഏ മുസ്ലിമേ വരിക, വറാഇ അൽ യഹൂദ്, എന്റെ പിന്നിൽ ഇതാ ഒരു യഹൂദി ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന കല്ലുകളും മരങ്ങളും പോലും ആ ജൂത പരീക്ഷകൾക്കെതിരായി തീരുന്ന ഒരു കാലം വന്നിട്ടല്ലാതെ ലോകം അവസാനിക്കില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ സുന്ദരമായ കാഴ്ചകൾ ലോകത്തിന്റെ മുന്നിൽ ഫലസ്തീൻ വിജയം വരിക്കുന്ന, ഇസ്ലാമിന്റെ ശക്തികൾ വിജയം വരിക്കുന്ന ആ സുന്ദരമായ കാഴ്ചകൾ കാണാനും അറിയുവാനും അല്ലാഹു തആല നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറകൾക്കോ പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ലോക ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയം തന്നെയാണ്. നമ്മളൊക്കെ ഇപ്പോഴും ഇനിയും ദുആ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പരിപൂർണമായും മസ്ജിദുൽ അഖ്സയെ ആ ഫലസ്തീന്റെ മണ്ണിലെ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി ഇനിയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദുആ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.
ഫലസ്തീനിന് ഈ വലിയ വിജയം നൽകിയ ഫലസ്തീനിലെ ധീര പോരാളികളെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും അവർക്ക് അറിയിക്കുകയാണ്. അവിടെ രക്തസാക്ഷിത്വം വരിച്ച എല്ലാവർക്കും പടച്ച തമ്പുരാൻ ഷഹാദത്ത് നൽകി സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ നൽകുമാറാകട്ടെ. അവിടെ ഇപ്പോഴും മുറിവ് പറ്റി പരിക്കു പറ്റി ജീവിക്കുന്നവർ അള്ളാഹു എത്രയും എളുപ്പത്തിൽ ശിഫാവും ആഫിയത്തും നൽകുമാറാകട്ടെ. അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനാഥരായ അഗതികളായ വിധവകളായ ഉറ്റവരും ഉടയവരും ഇല്ലാത്തവർ എല്ലാവർക്കും പടച്ച തമ്പുരാൻ സനാദത്വം പകർ നൽകുമാറാകട്ടെ. അല്ലാഹു തആല അവരെ എല്ലാവരെയും ഖൈറിലാക്കുമാറാകട്ടെ.